നമസ്കാരം. വരയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത് കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ ചീഫ് ആർട്ടിസ്റ്റായ KR കുമാരനാണ്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് വരയിലേക്കുള്ള ഒരു തുടക്കം? വരയിലേക്കുള്ള തുടക്കം എല്ലാവരും ഉള്ള അനുഭവങ്ങൾ പോലെ തന്നെ എനിക്കും സ്കൂൾ തലത്തിൽ നമ്മൾ UP സ്കൂൾ തലത്തിലാണ് നമ്മൾക്ക് അതിനകത്തുള്ള ഒരു ഇൻസ്പിറേഷൻ വരയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് തന്നെ. നമ്മുടെ ആ സമയത്തുള്ള നമ്മളെ പഠിപ്പിച്ച അധ്യാപകരിൽ പലരും നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ചും ഓർക്കുന്നത് ഒരു ഭവാനിയമ്മ ടീച്ചറാണ് നമുക്ക് പണ്ട് പാഠപുസ്തകത്തിൽ ഇട്ട് വരയ്ക്കുമ്പോൾ മറ്റധ്യാപകരൊക്കെ നമ്മൾ വഴക്ക് പറയുമ്പോൾ തന്നെ ടീച്ചർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് ആ സമയത്ത്. പിന്നീട് ഇത് തന്നെയാണ് നമ്മുടെ ഫീൽഡ് എന്ന് കാണിച്ചു തന്നതും നമ്മളുടെ ഈ ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യാനും സഹായിച്ചതൊക്കെ ആ ഒരു തുടക്കമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഓർക്കുമ്പോൾ പറയാൻ പറ്റുന്നത് പണ്ട് കളിച്ചൊക്കെ വീണ് കഴിയുമ്പോൾ നമ്മൾക്ക് കാലൊക്കെ പൊട്ടി ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു വയലറ്റ് കളറ് ഒരു മരുന്ന് തരാറുണ്ട്. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ പറയാം. അപ്പോൾ ആ മരുന്ന് ഉപയോഗിച്ച് പിന്നീട് ചിത്രം വരച്ച് അങ്ങനൊരു അനുഭവം എനിക്കുണ്ട്. ആ മരുന്ന് വയലറ്റ് ഇപ്പോഴത്തെ ഉജാലയുടെ കളറൊക്കെ വന്ന ഒരു മരുന്നാണ്. അപ്പോൾ ആ മരുന്ന് ഉപയോഗിച്ചിട്ട് ചിത്രങ്ങൾ ഭിത്തിയിലും പേപ്പറിലൊക്കെ ഇഷ്ടംമാതിരി വരച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു തുടക്കമായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കുട്ടിക്കാലത്ത് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് അധ്യാപകരാണ്. പിന്നീട് അതിനുശേഷം ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതിനൊക്കെ പ്രോത്സാഹനം നൽകിയത് വീട്ടിലെ കുടുംബാംഗങ്ങളാണോ അതോ ഫ്രണ്ട്സ് ആണോ? അങ്ങനെ പറയുമ്പോൾ വീട്ടിലെ കുടുംബാംഗങ്ങൾ ആണ് ഫസ്റ്റ് നമുക്ക് ഇൻസ്പിറേഷൻ തരേണ്ടത് തന്നെ. അതുകൊണ്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. വൈഫും കുട്ടികളൊക്കെ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ ആസ്വദിക്കുകയും അതിനെ വിലയിരുത്തുകയും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ജോലി സ്ഥലത്തും എൻ്റെ സുഹൃത്തുക്കളൊക്കെ എല്ലാവിധത്തിലും നാട്ടിലും ഒക്കെ എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് ഈ ചിത്രകലയ്ക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നത് തന്നെ. ഇപ്പോൾ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു, വൈഫും കുട്ടികളും, അവരെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് പറയാമോ? വൈഫിൻ്റെ പേര് ലാലി എന്നാണ്. 2 കുട്ടികൾ, അഭിജിത് കുമാർ, അമിതാവ് കുമാർ. അഭിജിത് കുമാർ ഡിഗ്രി കഴിഞ്ഞു. അമിതാവ് ഇപ്പോൾ +2 പാസ്സായി ഡിഗ്രിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. അവർ രണ്ടാളും വരയ്ക്കാൻ താല്പര്യമുള്ള കുട്ടികളാണ്. പിന്നെ വൈഫ് ചിത്രം വരയ്ക്കില്ലെങ്കിൽ തന്നെ ചിത്രം ആസ്വദിക്കാനും അതിനൊരു അഭിപ്രായം പറയാനൊക്കെ വൈഫ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. മക്കൾ വരയ്ക്കാറുണ്ടോ? മക്കൾ വരയ്ക്കാറുണ്ട്. രണ്ടാളും വരയ്ക്കാറുണ്ട്. കൂടുതലും വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന മീഡിയം എന്താണ്? വാട്ടർ കളറാണോ, ഓയിൽ പെയിന്റ് ആണോ, അക്രിലിക് ആണോ? ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ വാട്ടർ കളർ ആണ് കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് പഠിക്കുന്ന സമയത്ത് തന്നെ
ഓയിൽ പെയിൻറ്റ് ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഞാൻ അക്രലിക് പെയിൻറ്റിലാണ് ഇപ്പോൾ കൂടുതൽ വർക്കുകൾ ചെയ്യുന്നത്. ഓയിൽ പെയിൻറ്റ് നമ്മുടെ ഈ കാലഘട്ടത്തിന് ഈ അറ്റ്മോസ്ഫിയറായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, ചെറിയ ഫംഗസും ഒക്കെ വരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഓയിൽ പെയിൻറ്റ് പരമാവധി ഉപയോഗിക്കാറില്ല. അത് അക്രലിക്കിലാണ് എൻ്റെ പെയിൻറ്റിങ്ങുകൾ ഇപ്പോൾ പരമാവധി ചെയ്യുന്നത്. നമ്മൾ ഓരോ സബ്ജക്റ്റിന് യോജിക്കുന്ന രീതിയിലാണ് സാധാരണ ചിത്രകാരന്മാർ നിറങ്ങൾ നൽകാറ്. പക്ഷേ എന്നാലും ഓരോ ചിത്രകാരന്മാർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഒരു നിറം ഉണ്ടാവുമല്ലോ. ആ ഒരു ഇഷ്ടപ്പെട്ട നിറം അറിഞ്ഞോ അറിയാതെയോ ക്യാൻവാസിലേക്ക് പകർത്താറുണ്ടോ? നമ്മൾ ഒരു ചിത്രകാരൻ എന്ന് പറയുമ്പോൾ തന്നെ ചിത്രകാരൻ്റെ നിറങ്ങൾ എല്ലാം അവനൊരുപോലെയാണ്. പ്രകൃതിയിലുള്ള നിറങ്ങളെല്ലാം തന്നെ ചിത്രകാരൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എടുത്തു പറയാനായിട്ട് ഇപ്പോൾ ഒരു നിറം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, മറ്റേ നിറം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നില്ലെങ്കിൽ തന്നെ മാഡം ചോദിച്ച പോലെ തന്നെ നമുക്ക് ചില കളറുകളോട് നമ്മൾ വർക്കിൽ നമ്മളിപ്പോൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഞാൻ കൂടുതൽ വരയ്ക്കാറ്. അപ്പോൾ പ്രകൃതിയിലുള്ള കളറ് എന്നുള്ള നിലയ്ക്ക് നീല കളറ്, കോബാൾട്ട് ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ ഒക്കെ അടങ്ങുന്ന ഒരു നീലയുടെ ഒരു സംമിശ്രമാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കാറ്. പിന്നെ ആദ്യകാലങ്ങളിൽ ഇപ്പോൾ കുറച്ചുകൂടി വ്യത്യാസമായിട്ട് ബെൻസീനയുടെ ഒരു സംമിശ്രമായിട്ടുള്ള ബെൻസീനയും യെല്ലോയുടെ ഒരു മിക്സിംഗ് ആയിട്ടുള്ള ഒരു കളറാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. എങ്ങനെയാണ് വരയ്ക്കാനുള്ള ഒരു സബ്ജക്റ്റ് കണ്ടെത്തുന്നത്? സബ്ജക്റ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്നുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, പ്രകൃതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് പ്രകൃതിയിലുള്ള നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ് കൂടുതലും ഞാൻ വരയ്ക്കാറ്. ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ചിത്രത്തിൻ്റെ ഒരു സ്ക്രിബ്ലിങ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിന് ശേഷമാണ് പെയിൻറ്റിങ്ങിലേക്ക് പോണത്. കൂടുതലും നമ്മൾ ഇപ്പോൾ ചിത്രങ്ങൾക്ക് കാരണമാകുന്ന സബ്ജക്റ്റ് നമ്മളുടെ ഈ പ്രകൃതിയിൽ നമ്മളുണ്ടാക്കുന്ന കെടുതികൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഞാനിപ്പോൾ പെയിൻറ്റിങ്സായിട്ട് നമ്മുടെ സബ്ജക്റ്റായിട്ട് എടുത്തുകൊണ്ട് പെയിൻറ്റിങ്സ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ മുമ്പത്തെ കാലങ്ങളിൽ നിന്നും അപേക്ഷിച്ച് ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ ചിത്രങ്ങൾ എക്സിബിറ്റ് ചെയ്യാനായിട്ട് എക്സിബിഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഏത് രീതിയിലാണ് വരയ്ക്കുന്ന ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ചിത്രകാരൻ എന്ന നിലയ്ക്ക് നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇവിടെ ഇപ്പോൾ കുറേ ഉപാധികളുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗാലറി സംസ്കാരമാണ്. ഈ ഗാലറി സംസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ ഗാലറികൾ ഇപ്പോൾ ഒട്ടനവധിയുണ്ട്. പക്ഷേ ഒരു ചിത്രകാരന് ഒരു ഗാലറിയിൽ കുറച്ച് പെയിൻറ്റിങ് വരയ്ക്കുന്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ സാമ്പത്തിക പരാധീനത അവനുമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധിവരെ നമ്മളിപ്പോൾ ഞാൻ സോളോ ഏകാംഗ പ്രദർശനങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇപ്പം ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് ഫോർമേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൻ്റെ കെയർ ഓഫിലാണ് ഞങ്ങളൊരു 6 പേരടങ്ങുന്ന സെൻറ്റൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഞങ്ങൾ ഫോർമേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ കെയർ ഓഫിൽ ഞങ്ങളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു 4 സ്ഥലത്തും ഇപ്പോൾ ബാംഗ്ലൂർ ഇപ്പോൾ അടുത്തിടെ കഴിഞ്ഞുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചിത്രങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കൂടുതലും വിൽപ്പനയ്ക്ക് അതീതമായിട്ട് വിൽപ്പന ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നതിൽ തന്നെയും വിൽപ്പന അല്ലാണ്ട് സമൂഹത്തിൽ നമ്മളുടെ ആ കടപ്പാട്, നമ്മൾ ചിത്രകലയോടുള്ള നമ്മുടെ കടപ്പാട് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്, ജനങ്ങളിലേക്ക് നമ്മുടെ ആശയം എങ്ങനെ എത്തിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞങ്ങളുണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണത്. ആ ഗ്രൂപ്പിൻ്റെ എക്സിബിഷൻ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നടന്നു കഴിഞ്ഞു. കേരളത്തിൽ ബാംഗ്ലൂർ ഇപ്പോൾ അടുത്തിടെ കഴിഞ്ഞു, ഇനി ചെന്നൈയിൽ നടക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അത് നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും നമ്മൾ ഇതിൻ്റെ പ്രചരണങ്ങൾ കൊടുക്കുന്നുണ്ട്.
ചിത്രകാരന്മാർ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ ഈ ചിത്രകലയിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിത്രകാരൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ എനിക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഈ സമൂഹത്തോട് തന്നെ പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സമൂഹത്തിലുണ്ടാകുന്ന ഉയർച്ചകളും താഴ്ചകളും സമൂഹത്തോട് ജനങ്ങൾ കാണിക്കുന്ന വിക്രിയകൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളുടെ പണ്ട് കാലത്ത് നമുക്ക് ഈ നമ്മളുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പണ്ടേ കാലം പോലെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് നമ്മളുടെ സൗകര്യാർത്ഥം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇതിനെ മാറ്റി കളയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെതിരെ ആയിട്ടുള്ള ഒരു നമ്മളുടെ സമൂഹത്തോട് പറയാൻ പറ്റിയ ഒരു മീഡിയ എന്ന നിലയ്ക്ക് നമ്മൾ അതുപോലെ നമ്മൾ മരം വെട്ടി നശിപ്പിക്കുക, പ്രകൃതി ചൂഷണം ചെയ്യുക, കുന്നിടിക്കുക, മലയിടിക്കുക, ഇപ്പോൾ കുന്നും മലയൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൃഷിഭൂമി നശിപ്പിക്കുക, ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു മീഡിയം എന്ന നിലയ്ക്ക് നമ്മളുടെ ചിത്രകല, നമ്മളുടെ പെയിൻറ്റിങ് രീതി സമൂഹത്തിലേക്ക് നമ്മൾ കാഴ്ചവെക്കുന്ന ഒരു സമ്പ്രദായത്തിലാണ് ഇപ്പോൾ പെയിൻറ്റിങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ വരച്ച ചിത്രങ്ങൾ എല്ലാം തന്നെ വിറ്റു പോകണമെന്നില്ല. അങ്ങനെ വിറ്റു പോകാത്ത സ്ഥിതിക്ക് ആർട്ടിസ്റ്റുകൾക്ക് അടുത്ത ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ആ ഒരു ഫണ്ട് എങ്ങനെയാണ് കരുതുന്നത്? അത് മാഡം ഇപ്പോൾ ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ, ഇന്ത്യയിലായാലും കേരളത്തിലായാലും ചിത്രകാരന്മാർക്ക് അവരുടെ ഇടത്തിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ മറ്റു പണികൾക്ക് പോകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം എങ്ങനെ എനിക്കറിയില്ല. എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ചിത്രങ്ങൾ വരച്ച് നമ്മളുടെ രീതി, ഇവിടെ കേരളത്തിലെ രീതി അനുസരിച്ചിട്ട് ചിത്രങ്ങൾ ഇവിടെ വാങ്ങിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അവൻ്റെ കുറേ മാസത്തെ അല്ലെങ്കിൽ കുറേ ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഒരു ചിത്രമായിട്ട് പുറത്തു വരുന്നത്. ഈ ചിത്രം ആസ്വദിച്ച് ഒരു എക്സിബിഷൻ നടത്തുമ്പോൾ ആസ്വദിച്ച് പോകുന്നല്ലാണ്ട് ചിത്രങ്ങൾ വാങ്ങിക്കുന്ന ഒരു സംസ്കാരം നമുക്കിവിടെ ഉരുത്തിരിഞ്ഞ് വന്നാലേ ഇവിടെ ആർട്ടിസ്റ്റുകൾക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. ഇത് ആർട്ടിസ്റ്റുകൾക്ക് ജീവിതത്തിൻ്റെ പ്രശ്നം മാത്രമായിട്ടല്ല, ചിത്രകല നമ്മുടെ സമൂഹത്തിൽ ചിത്രകല ആസ്വദിക്കാനും അത് പ്രചരിപ്പിക്കാനും ഈ ഒരു മെത്തേഡിൽ പോയാൽ നമുക്ക് നന്നാവുള്ളൂ. ഇപ്പോൾ ഒരു ചിത്രകാരനെ സംബന്ധിച്ച് അവൻ ചിത്രം വരയ്ക്കുന്ന അവൻ്റെ താല്പര്യം കൊണ്ടാണ്. അവൻ ഇൻബോൺ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആർട്ട് പഠിച്ച് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അവൻ്റെ ആ ചിത്രം വരയ്ക്കുന്നതിനോടുള്ള താല്പര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ചിത്രം വരയ്ക്കുന്ന ചിത്രകാരന്മാരാണ്. ചിത്രം വിറ്റ് ജീവിക്കാൻ വേണ്ടി ചിത്രം വരയ്ക്കുന്നൊരു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ലീഡിങ്ങായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. സാധാരണ ഒരു മീഡിയം ക്ലാസ്സിലുള്ള ചിത്രകാരന് അവൻ്റെ ചിത്രം വിറ്റിട്ട് അടുത്ത ചിത്രം വരയ്ക്കൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും വേറെ പാരലായിട്ട് നമ്മൾ തൊഴിൽ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതെ അതെ. സാധാരണ ചിത്രകാരന്മാർക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമായിരിക്കും. മിക്കവാറും ഈ ചിത്രകാരന്മാർ യാത്രാ അനുഭവങ്ങളാണ് ക്യാൻവാസിലേക്ക് പകർത്താറ്. ഇവിടെയും എങ്ങനെ യാത്രാ അനുഭവങ്ങളാണോ ക്യാൻവാസിലേക്ക് പകർത്താറ്? ആ ഒരു അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ യാത്രകൾ ഇഷ്ടംമാതിരി പോകാറുണ്ട്, പോകാൻ താല്പര്യമുള്ള ഒരാളാണ്. ഈ യാത്രകളിൽ കാണുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു പണ്ട് കാലം മുതൽ. ഇപ്പോൾ ഞാൻ എൻ്റെ വീട് അങ്കമാലിയും ഞാൻ വർക്ക് ചെയ്യുന്നത് മണ്ണുത്തിയിലായതുകൊണ്ട് അങ്കമാലി ടു തൃശ്ശൂർ ട്രെയിൻ, ഞാൻ പഠിച്ചത് തൃപ്പൂണിത്തുറ ആർമി കോളേജിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ട്രെയിനെ പോയിട്ടിരുന്നത്. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ നേരിട്ട് കാണാനും അത് നമുക്ക് സ്കെച്ച് ചെയ്യാനും. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കാണുന്ന അതേ കാഴ്ചകൾ നമ്മൾ സ്കെച്ച് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ രീതിയാണത് പഠിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്കെച്ച് ബുക്കുകൾ നമ്മൾ വരച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഈ ചിത്രം പിന്നീട് വരയ്ക്കുന്നതിനുള്ള ഒരു അനുഭവങ്ങളും നമ്മളുടെ ചിന്തകളെ ആ മേഖലയിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്നതിനും ഒക്കെ നമുക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് യാത്രകൾ. ഇതുവരെയുള്ള ഈ വരയുടെ ഈ യാത്രയിൽ കിട്ടിയ അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്? ഇതുവരെയുള്ള ഇപ്പോൾ മാഡം ചോദിച്ചതിൻ്റെ ഇത് വെച്ച് പറയുമ്പോൾ ഞാനൊരു ചിത്രകാരനായതുകൊണ്ടാണ് എനിക്ക് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ഞാൻ സാധാരണ എൻ്റെ ലൈഫ് ഇങ്ങനെ ജീവിച്ച് തീർന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പം അതല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഈ ചിത്രം വരയ്ക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പകാലം തൊട്ട് സ്കൂളിൽ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായിരുന്നു. സ്കൂളിൽ മത്സരങ്ങളിലും ഇപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ മത്സരങ്ങളിലൊക്കെ ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അത് നമ്മൾ ചിത്രകല കൊണ്ട് തന്നെയാണ് നമ്മൾ അത് ശ്രദ്ധിക്കപ്പെട്ടത്. നമുക്കൊരു ഇൻബോണായിട്ട് ആർട്ട് നമുക്ക് കിട്ടിയതുകൊണ്ടാണ്
നമ്മൾ ആ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊന്നുമില്ലാതെ ഒരു കുമാരനായിട്ട് ഇവിടെ തീരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ പല മേഖലകളിൽ നിന്നും എനിക്ക് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ലളിതകലാ അക്കാദമിയുടെ അവാർഡ് എനിക്കാണ് കിട്ടിയത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രേ ഡോഗ്സ് എന്ന് പറയുന്ന ശീർഷകമുള്ള ഒരു അക്രിലിക് പെയിൻറ്റിങ്ങിനാണ് നാഷണൽ അവാർഡ് കിട്ടിയത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതുവരെ വരച്ച ചിത്രങ്ങളിൽ ഏറ്റവും അധികം സമയമെടുത്ത് വരച്ച ഒരു ചിത്രം, അതുകൂടാതെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചിത്രം അങ്ങനെ ഉണ്ടാവുമല്ലോ, അതേതൊക്കെയാണ്? അതിപ്പോൾ ഈ അവാർഡ് കിട്ടിയ ചിത്രം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു 3 മാസത്തിൻ്റെ അടുത്ത് ഞാൻ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ വരയ്ക്കാറ്. വൈകിട്ട് അതായത് സൺഡേയിലൊക്കെ ഇരുന്ന് വരയ്ക്കും. ഏറ്റവും കൂടുതൽ സമയം എടുത്ത് വരച്ച ചിത്രം ഈ സ്ട്രേ ഡോഗ്സ് എന്ന് പറഞ്ഞ ചിത്രമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രവും അത് തന്നെയാണ്. ചിത്രകാരന്മാരും ഓരോ രീതിയിലാണ് ചിത്രങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്താറ്. ചിലർ കഥയായും കവിതയായും ഒക്കെയാണ്. സർ എങ്ങനെയാണ് ചിത്രങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തുന്നത്? വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രത്തിൻ്റെ സ്കെച്ച് ഉണ്ടാക്കും. നമ്മൾ ഇപ്പോൾ ഏത് സൈസിലാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ആ സൈസിലേക്കുള്ള ഒരു സ്കെച്ച് നമ്മൾ പെൻസിലോ ചാർക്കോളോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ സ്കെച്ച് ചെയ്യും. ഈ സ്കെച്ച് ചെയ്തതിന് ശേഷം ആ സ്കെച്ചിൽ തന്നെ നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തും. വ്യത്യാസങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള നമ്മൾ ആശയം വ്യക്തമായില്ലെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് ആ ചിത്രം വന്നില്ലെങ്കിൽ, ആ സ്കെച്ച് വന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ മാറ്റി ചെയ്യും. അങ്ങനെ കുറേ സ്കെച്ചുകൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചിത്രത്തിലേക്ക് വരുന്നത്, ക്യാൻവാസിലേക്ക് വരുന്നത്. ക്യാൻവാസ് നമ്മൾ മുൻപിൽ വെച്ചിട്ട് വീണ്ടും ഈ സ്കെച്ചിൽ മാറ്റങ്ങൾ വരാം. നമ്മൾ ആ സമയത്ത് നമ്മൾ പെയിൻറ്റും ബ്രഷും ഒക്കെ ക്യാൻവാസൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് ഈ വരച്ച ആശയത്തിൽ നിന്ന് വ്യതിചലിച്ച് വീണ്ടും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വീണ്ടും ആവിഷ്കരിക്കാറുണ്ട്. എന്നിട്ട് തന്നെയും ബേസിക് നമ്മൾ വരച്ച സ്കെച്ച് വെച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. എൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ ഞാൻ സറിയലിസ്റ്റ് രീതിയാണ് കൂടുതലും അവലംബിക്കാറ്. ആ രീതിയിലാണ് നമ്മൾ റിയൽ ചിത്രങ്ങൾ തന്നെ സറിയലിസ്റ്റ് രീതിയിലാണ് നമ്മൾ ചിത്രങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്താറ്. അതിനെ കൂടുതലും നമ്മൾ ആദ്യം ക്യാൻവാസ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ മറ്റേ ബാക്ക്ഗ്രൗണ്ട് 1, 2, 3 കോട്ട് ബാക്ക്ഗ്രൗണ്ട് ശരിക്കും കവറിങ് വരത്തക്ക രൂപത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറ് മിക്സ് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ശരിക്കും കോട്ട് ചെയ്യും. അത് ഒരു പ്രാവശ്യം അക്രിലിക് ആകുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. വർക്ക് ചെയ്യാൻ എളുപ്പമെന്ന് പറയുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു മീഡിയമാണ്. അപ്പോൾ അതുകൊണ്ട് അക്രിലിക്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒരു കോട്ടടിച്ച് അത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഒന്ന് മേടിക്കാം. അങ്ങനെ ഒരു 3 കോട്ട് ബാക്ക്ഗ്രൗണ്ട് അടിച്ചതിന് ശേഷമാണ് നമ്മുടെ ചിന്തകളെ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ പെയിൻറ്റിൽ കൂടി നമ്മൾ ക്യാൻവാസിലേക്ക് പകർത്തുന്നത്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൽ വേറെ ആരെങ്കിലും വരയ്ക്കാറുണ്ടോ? മക്കൾ വരയ്ക്കാറുണ്ട്, പാരമ്പര്യം മാതാപിതാക്കൾ വരയ്ക്കാറുണ്ടോ, അങ്ങനെ ആരെങ്കിലും? എൻ്റെ അച്ഛൻ അത്യാവശ്യം എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ അച്ഛൻ ഡ്രോയിങ് ചെയ്ത് പണ്ട് പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ള ചെറിയ ചിത്രങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനാണ് വീട്ടിൽ ചിത്രകല ശരിക്കും പരിപോഷിപ്പിച്ച് ചിത്രകലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുകയും പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെയാണ് RLBയിൽ ഇങ്ങനെ ഒരു ചിത്രകലാ സ്ഥാപനം 82 ചിത്രകലാ സ്ഥാപനം, ചിത്രകല പഠിപ്പിക്കുന്നതിനുള്ള ഒരു സ്ഥാപനം ഉണ്ടെന്ന് അറിയുകയും
അപ്പോൾ അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് 4 വർഷം RLV കോളേജിൽ പോയിട്ട് ചിത്രകല അഭ്യസിക്കുക. അതിൻ്റെ ഡിപ്ലോമ NDFA എന്ന് പറഞ്ഞ കോഴ്സ് പാസ്സാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ അതേ സമയം തന്നെ അനിയൻ വരയ്ക്കായിരുന്നു. അനിയൻ്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ്. സുബ്രഹ്മണ്യൻ വരയ്ക്കായിരുന്നു. അപ്പോൾ അവൻ വരയ്ക്കുന്നത് നമ്മളുടെ വര കണ്ടിട്ട് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാവണം എന്ന് വിചാരിക്കുന്നു. പുള്ളി അദ്ദേഹം വരയ്ക്കാറുണ്ട്. ആ വരയ്ക്കുന്ന സമയത്ത് അപ്പോൾ അച്ഛൻ അവനെയും നമ്മുടെ തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൽ വിട്ട് NDFA പുള്ളി പാസ്സായിട്ടുണ്ട്. ആൾ നല്ലൊരു ആർട്ടിസ്റ്റാണ്. ആളിപ്പോൾ അങ്കമാലി കൗൺസിലർ കൂടിയാണ്. അങ്കമാലി മുനിസിപ്പാലിറ്റി കൗൺസിലർ കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വീട്ടിൽ അനിയൻ്റെ കുട്ടികൾ വരയ്ക്കും. 2 കുട്ടികളാണ്. അവരും വരയ്ക്കും. അക്ഷയും അഭയും അവർ രണ്ടാളും വരയ്ക്കും. ഇപ്പോൾ എല്ലാവർക്കും ചിത്രകലയോട് താല്പര്യമുള്ള ഒരു ഫാമിലിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. RLV കോളേജിൽ പഠനകാലത്തുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസുകൾ കുറേ ഉണ്ടാവുള്ളൂ, അനുഭവങ്ങൾ, അതൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. RLV കോളേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1982 അവിടെ അഡ്മിഷൻ എനിക്ക് കിട്ടുന്നത്. അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ആ സമയത്ത് 10 കുട്ടികൾക്ക് അഡ്മിഷനുള്ളൂ. ആ സമയത്ത് 82 ഒരു വർഷത്തിൽ 10 കുട്ടികളെയാണ് പുതിയതായിട്ട് എടുക്കുക. അപ്പോൾ ആ 10 കുട്ടികൾ എടുക്കുന്നത് കോളേജ് സെപ്പറേറ്റ് ഒരു എൻട്രൻസ് ഒക്കെ നടത്തിയിട്ടാണ്, അഭിരുചി ടെസ്റ്റൊക്കെ നടത്തിയിട്ടാണ് എടുക്കാറ്. അപ്പോൾ ഞാനെന്തോ ഭാഗ്യത്തിന് ഞാൻ കൊടുത്ത ആ സമയത്ത് ആ വർഷം തന്നെ എനിക്ക് അത് അഡ്മിഷൻ കിട്ടുകയും ആ സമയത്ത് നമുക്കത് എങ്ങനെ അങ്കമാലിയിൽ നിന്ന് തൃപ്പൂണിത്തുറ പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യം അന്ന് വീട്ടിലില്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് വീട്ടിലും അച്ഛനും അമ്മയും ഒക്കെ അതിനോട് നമുക്ക് താല്പര്യം പ്രചോദനം തന്നുകൊണ്ട് നമുക്കത് പോയി പഠിക്കാൻ പറ്റി. ഈ പഠന കാലഘട്ടത്തിൽ അറബിയിലെ പഠനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കോളേജ്, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കോളേജാണ് RLV കോളേജ്. എന്താ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RLV കോളേജിൽ അന്ന് പല തരത്തിലുള്ള കലകൾ പഠിപ്പിക്കുന്ന ഒരു കോളേജാണ് RLV കോളേജ്. സംഗീതമുണ്ട്, നൃത്തമുണ്ട്, വാദ്യകലയുണ്ട്, ശില്പകലയുണ്ട്, ചിത്രകലയുണ്ട്, കഥകളിയുണ്ട്, അങ്ങനെ മോഹിനിയാട്ടം, ഭരതനാട്യം എന്ന് വേണ്ട നമ്മുടെ ഈ സുകുമാര കലകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോളേജ്. കേരളത്തിലെ തന്നെ ഒരേ ഒരു കോളേജ് അതാണെന്ന് എനിക്ക് തോന്നുന്നത്, എല്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിത്രകലയ്ക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഒരു വല്ലാത്തൊരു ലോകത്ത് ചെന്നപ്പെട്ട ഒരു അനുഭൂതിയാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അത് എൻ്റെ ചിത്രം പിന്നീടുള്ള ചിത്രം വരയിലൊക്കെ അത് ശരിക്കും നമുക്കൊരു നല്ലൊരു പ്രചോദനം തന്നെ കിട്ടിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ചിത്രകലയ്ക്ക് അന്നത്തെ ഒരു പഠന രീതി അനുസരിച്ചിട്ട് നമുക്ക് മോഡൽ സ്റ്റഡി, അതിന് സ്റ്റിൽ ലൈഫ് എന്ന് പറയും, പിന്നെ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്, പിന്നെ ലൈഫ് സ്റ്റഡി, തിയറി, അങ്ങനെ പല വിധത്തിലുള്ള സബ്ജക്റ്റുകളാണ് അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ട്. അന്നത്തെ രീതി അതായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ സ്റ്റിൽ ലൈഫ് സ്റ്റഡിയുടെ സമയത്ത് ഞങ്ങൾ അവിടെ ആളുകൾക്ക് കാലത്തൊട്ട് വൈകിട്ട് വരെയും വരയ്ക്കുന്ന കുട്ടികളുടെ ക്ലാസ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഗവൺമെൻറ് പൈസ കൊടുക്കും. അവരൊരു വേതനം എന്ന നിലയ്ക്ക് ചെറിയൊരു പൈസ അവർക്ക് കൊടുക്കും. ഇതിന് വേണ്ടിയിട്ട് അവിടെ ആളുകൾ ക്യൂ ആയിരുന്നു. രാവിലെ ഞങ്ങൾ ചെന്ന് അവിടെ ഞങ്ങൾ കാലത്ത് തന്നെ ചെല്ലുമ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ നമ്മുടെ സ്ഥിരം കുറേ മുഖങ്ങളുണ്ട്. ഞങ്ങൾ വരച്ച് മടുത്ത കുറേ മുഖങ്ങളുണ്ട്. അവരൊക്കെ ഗേറ്റിൻ്റെ അവിടെ റെഡി ആയിരിക്കും, അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ പല ആളുകളെയും വിളിച്ചിട്ട് ഞങ്ങൾ ഇരുത്തി അതൊക്കെ ജീവിതത്തിൽ ഭയങ്കര അനുഭവമാണ്. ചിത്രകല നമുക്ക് അനാട്ടമി സ്റ്റഡി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നേരിട്ട് വരച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുപോലെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ RLV കോളേജിൻ്റെ തൊട്ട് താഴെവശത്ത് ഒരു പുഴയുണ്ട്. ആ പുഴയിൽ ഞങ്ങൾ ലാൻഡ്സ്കേപ്പിന് ഫീൽഡ് നോക്കാൻ വേണ്ടിയിട്ട് ആ പുഴയിൽ വഞ്ചിയിൽ പോയി അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിലൊക്കെ ചെന്നിട്ട് നമ്മൾ സീനറികളൊക്കെ ഉണ്ടല്ലോ, ലാൻഡ്സ്കേപ്പ് വ്യൂ ഫൈൻഡറൊക്കെ വെച്ചിട്ട്, വ്യൂ ഫൈൻഡർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ നമ്മൾ ലാൻഡ്സ്കേപ്പ് പ്രകൃതി ദൃശ്യം വരയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വൈഡായിട്ട് നമ്മൾ കാണാം. പക്ഷേ അങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. നമുക്കൊരു ഫ്രെയിം വേണം. അപ്പോൾ നമുക്കൊരു ഫ്രെയിം ഉണ്ടെങ്കിൽ ആ ഫ്രെയിമിൻ്റെ അകത്ത് നിന്നിട്ട് നമ്മൾ വരച്ചാൽ ആ ചിത്രം നന്നാവുള്ളൂ. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വ്യൂ ഫൈൻഡർ എന്ന് പറയുന്നത്. ആ വ്യൂ ഫൈൻഡറിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്ന ആ ഫ്രെയിം നമ്മൾ നമ്മുടെ പേപ്പറിലേക്കോ ക്യാൻവാസിലേക്കോ വാട്ടർ കളർ ഉപയോഗിച്ചിട്ട് പുറത്ത് അല്ലെങ്കിൽ സ്കെച്ച് ചെയ്യുക, ക്രയോൺ ഉപയോഗിച്ചിട്ട് ചെയ്യുക, അങ്ങനത്തെ രീതിയായിരുന്നു അന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ മോഡൽസ് വെച്ചിട്ട് ഇപ്പോൾ പല മോഡലുകളും ടേബിളിൽ വെച്ചിട്ട് അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നോക്കിയിട്ട് നമ്മൾ വരച്ച് പഠിക്കുന്ന ഒരു രീതി അന്ന് ഉണ്ടായിരുന്നു. കൂടുതലും വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നത് രാത്രി സമയത്താണോ പകലാണോ? വരയ്ക്കുമ്പോൾ പൂർണ്ണമായും ഏകാഗ്രത വേണം എന്ന് നിർബന്ധമുള്ള വ്യക്തിയാണോ? തീർച്ചയായിട്ടും. ഏകാഗ്രത എന്ന് പറയുമ്പോൾ തന്നെ വരയ്ക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ജോലി ഉണ്ടെന്ന് പറഞ്ഞല്ലോ,
വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ചീഫ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തത് എൻ്റെ. അപ്പോൾ വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ട് ഞാൻ 5-5:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം പത്രം വായനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വരയ്ക്കാനിരിക്കുന്നത്. വൈകിട്ടാണ് വര കൂടുതലും. ആ സമയത്ത് നമ്മൾ ഏകാഗ്രത ഉള്ളൊരു സമയം തന്നെയാണെങ്കിൽ തന്നെ നമ്മുടെ പഴയ പാട്ടുകളൊക്കെ വെച്ചിട്ടാണ് വരയ്ക്കാനിരിക്കാറ്. വളരെ ലൈറ്റായിട്ട് പാട്ട് വെച്ചിട്ട് മിക്കവാറും അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സ്വപ്നങ്ങളുണ്ടാവും. സ്വപ്നങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ജീവിതത്തിലുള്ള സ്വപ്നം, ഒരു ഡ്രീം പ്രോജക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അംബിഷൻസ് കണ്ടവനുണ്ട്. പക്ഷെ അതൊന്നും പ്രായോഗികമായി പറയാനും താല്പര്യമില്ല. എന്ന് വെച്ചാലും പറയാം, നമ്മുടെ ചിത്രകല ചിത്രകല സമൂഹത്തിൽ ആസ്വദിക്കുന്ന ഒരു സമൂഹം നമുക്ക് ഉണ്ടാവണം. ചിത്ര സംസ്കാരം എന്ന് പറഞ്ഞ രീതി, ചിത്രമായാലും ശില്പമായാലും നമുക്കിപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യം അക്കാഡമി ഒരുക്കുന്നുണ്ടെങ്കിൽ തന്നെയും അക്കാഡമി വേണ്ട രൂപത്തിൽ അത് എത്തണ്ടോയെന്ന് സംശയമുണ്ട്. ഇപ്പോൾ പുതിയ പുതിയ ആളുകളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് പ്രചോദനം നൽകിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. നമ്മളുടെ പൊതുസമൂഹത്തിലേക്ക് ചിത്രകലയുടെ സ്വാധീനം, ഇപ്പോൾ ചിത്രകല എന്ന് പറയുമ്പോൾ തന്നെ ചിത്രകല ഇല്ലാണ്ട് നമുക്ക് ഒരു സമൂഹത്തിൽ ചിത്രം വരയ്ക്കാത്ത ഒരു സമൂഹം ഉണ്ടാവും ബുദ്ധിമുട്ടാണ്. നമ്മുടെ പണ്ട് പറയുമ്പോൾ തന്നെ ഈ ലിപികളേക്കായി മുമ്പുണ്ടായതാണ് ചിത്രം. ലിപികളേക്കായി മുമ്പുണ്ടായതാണ് ചിത്രം. അതായത് പണ്ട് ആശയവിനിമയത്തിന് ചിത്രങ്ങൾ കോറിയിട്ടാണ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് പോയി ഇപ്പോൾ ചിത്രകല പുറകിലുമായി, ലിപികളൊക്കെ മുമ്പിലേക്ക് വന്നു. അപ്പോൾ അതിന് ഗവൺമെൻറ്റും നമ്മുടെ സമൂഹം ചിത്രകലയെ വേണ്ട രൂപത്തിൽ, ശില്പകലയായാലും ചിത്രകലയായാലും വേണ്ട രൂപത്തിലുള്ള ഒരു പ്രൊമോഷൻ അവർ കൊടുക്കണം, ചിത്രകാരന്മാർക്ക് കൊടുക്കണം. സമൂഹത്തിൽ അതിന് വേണ്ടിയുള്ള അവയർനെസ് ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്യാമറയൊക്കെ വന്നതിന് ശേഷം ചിത്രകലയുടെ പ്രാധാന്യം കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല. ക്യാമറ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആ സിറ്റീസ് അതുപോലെ തന്നെ പകർത്തുക എന്നുള്ളതാണ് ഒരു ചിത്രകാരൻ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു നമ്മൾ വലിയ പ്രൗഢിയൊക്കെ കാണിച്ചിരിക്കുന്നത് ചിത്രകാരന്മാരെ വിളിച്ചു വരുത്തി അവരുടെ ചിത്രങ്ങൾ വരപ്പിച്ച് വീടുകളിൽ വെക്കുന്നത്. ഇപ്പൊ പക്ഷെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുകയാണല്ലോ. അപ്പൊ ആ ഒരു പ്രാധാന്യം കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടോ? അത് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യതിയാനമാണത്. ഇപ്പോൾ പണ്ട് രവിവർമ്മ ചിത്രങ്ങൾ വരച്ചത് ഇപ്പോൾ നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ അവിടെ രാജകൊട്ടാരത്തിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്ന രീതി ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ രവിവർമ്മ തന്നെ പിന്നീട് ആ ചിത്രങ്ങൾ അന്നൊക്കെ വരച്ച ചിത്രങ്ങൾ തന്നെ പിന്നീട് പ്രിൻ്റ് മോഡലാക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു. ഒരു ജനകീയനാക്കിയ ഒരു ചിത്രകാരന് രവിവർമ്മ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച്. അദ്ദേഹം ഒരു ആ കാലഘട്ടത്തിലെ ആധുനിക ചിത്രകാരൻ കൂടിയായിരുന്നു എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ പെയിൻറ്റ് മീഡിയം ഇവിടെ കേരളത്തിൽ ഇറക്കുന്നത് രവിവർമ്മയാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രിൻ്റ് ടെക്നിക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും രവിവർമ്മ തന്നെയാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾക്ക് അതിനെ കാണേണ്ടി വരും. ഇനിയും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കട്ടെ, ഒരുപാട് അംഗീകാരങ്ങൾ തേടി വരട്ടെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.
വഴിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി കാണുന്നവരേക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.